Friends, welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്ത് കുറച്ച് റോസ് പ്ലാന്റും അതേപോലെ തന്നെ കുറേ പ്ലാന്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സീസൺ പ്ലാന്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം എന്തൊക്കെ പ്ലാന്റാണ് കൊണ്ടുവന്നതെന്നൊക്കെ നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ വീഡിയോയിലൊന്ന് കാണാം. അന്നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഒന്ന് തുടങ്ങിപ്പോയി, അതുകൊണ്ടാണ്. ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഡയാന്തസിൻ്റെ ലോഡ് ഇറക്കി വെച്ചേക്കുന്നതാണ്. ഡയാന്തസിൻ്റെ പ്ലാന്റ് ആണ് നേരത്തെ ഇരിക്കുന്നത്. അതിനുശേഷം തന്നെ വള്ളി റോസ്, അതേപോലെ ഡയാന്തസിൻ്റെ പല വെറൈറ്റി പ്ലാന്റുകൾ. അതേപോലെ ഡയാന്തസിൻ്റെ പ്രത്യേകത തന്നെ അറിയാമല്ലോ, വെള്ളം ഓവറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അന്നേരം പരമാവധി വെള്ളം കുറച്ച് വേണം. ഒന്ന് ലൈറ്റായിട്ട് മൂട് ഭാഗത്ത് നല്ലപോലെ ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ കുറേ നാൾ നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഇതിൻ്റെ സീഡ് ജെർമിനേഷന് വേണ്ടി ഉപയോഗിക്കാം. ചില വെറൈറ്റിയൊക്കെ സീഡ് കാണില്ല. ഇപ്പം വരുന്ന വെറൈറ്റികൾ എന്ന് പറഞ്ഞാൽ ഈ സീഡുകൾ കുറവുള്ള വെറൈറ്റികളാണ്. അന്നേരം ഒരു സീസൺ ഏരിയയിലൊക്കെ വെക്കാൻ പറ്റുന്ന സീസൺ ഐറ്റമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഓവറായിട്ട് പ്ലാന്റുകൾ സീസൺ സമയത്ത് മാത്രമേ കിട്ടാറുള്ളൂ. അതേപോലെ തന്നെ റോസിൻ്റെ വെറൈറ്റികൾ, ഈ ടൈപ്പ് റോസുകൾ, നല്ല അടിപൊളി റോസ്. 5-ാം തീയതി വന്ന ലോഡാണ്, ശ്രദ്ധിച്ചേക്കുക. 5-ാം തീയതി ചിലപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഇത് കണ്ടു എന്ന് വരില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റോസിന് ഇപ്പം ഷോർട്ടേജാണ് റോസ് കിട്ടാനായിട്ട്. അന്നേരം ഇതേപോലെ വലിയ പൂക്കളൊക്കെ വരുന്നു. അന്നേരം ഈ റോസ് വരുന്ന സമയത്ത് അട്ടിയിട്ടാണ് ഈ റോസ് വരുന്നത്, ലോഡായിട്ടാണ് വരുന്നത്. ഏകദേശം ഒരു 1000-1500 റോസ്, വലിയ കവർ റോസ്, ചെറിയ ചട്ടി റോസ്, വലിയ ചട്ടി റോസ്, വലിയ കവർ റോസ്, ഇങ്ങനെയുള്ളവയാണ് വരുന്നത്. പിന്നെ ഹോൾസെയിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് എടുത്തുകൊണ്ട് പോകും. അന്നേരം ചിലപ്പം നിങ്ങൾ കണ്ടിട്ട് ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് ഒഴിക്കാമെന്ന് പറയുന്നത് ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല. കണ്ടില്ലേ, തറ ഒഴിഞ്ഞ് കിടക്കുന്നു, പുതിയ ലോഡ് കൊണ്ടുവന്നു. ഇങ്ങനെയാണ് അട്ടിയിട്ട് വരുന്നത്. ലോഡിനകത്ത്, വലിയ വണ്ടിക്കകത്ത് അട്ടിയിട്ട് വരുന്നതാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ജെറിബറ പ്ലാന്റ് ഇറക്കി വെച്ചത്. ജെറിബറയുടെ കുറച്ച് വെറൈറ്റികൾ, ഒരുപാടൊന്നും ഇല്ല. ആകപ്പാട് 10, 350, 400 ചെടിയാണ് കിട്ടിയത്. നല്ല വൃത്തിയാവണ്ണം സെറ്റ് ചെയ്തുകൊണ്ട് വലിയ ഡാമേജ് ഇല്ലാതെ വന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സെൻസിറ്റീവ് പ്ലാന്റാണ്, പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ലോഡ് അട്ടിയിട്ട് വരുമ്പോഴത്തേക്ക്. അന്നേരം ഇതിനെ അട്ടിയിടുന്ന ഭാഗത്തുനിന്ന് മാറ്റി മോൾ ഭാഗത്ത് സെറ്റ് ചെയ്താണ് വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അത് പൂക്കളെല്ലാം ഒടിഞ്ഞു പോകും. സാധാരണ ഈ ജെറിബറ വരുന്നതിനകത്ത് ഒരു 50% പൂ ഒടിഞ്ഞു പോകാനാണ് സാധാരണ പതിവ്. പിന്നെ അടുത്ത ഫ്ലവർ വേണം നിൽക്കാനായിട്ട്. അന്നേരം ഓവറായിട്ട് വെള്ളം വരുന്നില്ല. പിന്നെ പലരും ഈ ജെറിബറ വളർത്തുന്നവർ ഇതിനകത്ത് ഈ മണ്ണിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് വേറെ നാടൻ മണ്ണിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്ലൈമറ്റിൽ നല്ല വൃത്തിയാവണ്ണം നിൽക്കും. അതേപോലെ റോസ് പൂ പൊഴിയുമ്പോൾ 2 ഇല താഴെ വെച്ച് കട്ട് ചെയ്ത് കളയണം. എന്തെങ്കിൽ മാത്രമേ അടുത്ത ബ്രാഞ്ച് വരും, അതിനകത്ത് അടുത്ത പൂക്കൾ വരത്തുള്ളൂ. അറിയാമല്ലോ, സ്ഥിരം നമ്മുടെ വീഡിയോയിൽ ഓരോ റോസിൻ്റെ കെയറും പ്രത്യേകം പറഞ്ഞ് പോകുന്നതുകൊണ്ടാണ്. അതാണ്ട് ഇത് ഇറക്കിയ പ്ലാന്റുകൾക്ക് വെള്ളം കൊടുക്കുന്നതാണ്. നല്ല എത്ര പ്ലാന്റ് ഇറക്കിയോ അതിങ്ങനെ സെറ്റ് ചെയ്ത് തൻ്റെ ക്രിസാന്തിമം ഇരിക്കുന്നു. അതേപോലെ തന്നെ നമ്മളെ വണ്ടിയാണ്, വണ്ടിയിൽ നിന്ന് ഇറക്കി സെറ്റ് ചെയ്ത് വെച്ച് തൻ്റെ സ്ട്രോബെറി പ്ലാന്റ്, കുറച്ച് സ്ട്രോബെറി പ്ലാന്റ്, ക്രിസാന്തിമം, അതിനകത്ത് വെള്ള, മഞ്ഞ, ചുമപ്പ്, വയലറ്റ് കളർ എല്ലാം കാണാനുണ്ട്. ചെറിയ മൊട്ടാണെങ്കിലും വിരിഞ്ഞ് തുടങ്ങുന്നു. അന്നേരം ഈ പ്ലാന്റുകൾ, അതേപോലെ ഈ 3 ആരും എടുത്ത് വെച്ചേക്കുന്നതാണ്. ജെറിബറയിൽ നിന്നും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റ്. അതേപോലെ തന്നെ വള്ളി റോസിൻ്റെ വെള്ളയാണ് ഈ കാണുന്നത്. കുറച്ച് പ്ലാന്റ് അത് കിട്ടി. അതിനുശേഷം ലോഡ് ഇറക്കി കഴിഞ്ഞാൽ നല്ല തണുക്കുക, വെള്ളം കൊടുക്കുക എന്നുള്ളൊരു ഇതുണ്ട്. അന്നേരം ഇല്ലെങ്കിൽ ആ ഒരു ക്ഷീണം മാറത്തില്ല. നല്ല ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വരുന്നത്, ചിലപ്പോൾ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ വരുന്നത്. അന്നേരം വരുന്ന പ്ലാന്റ് നല്ല തണുക്ക, വെള്ളം കൊടുക്കണം. വെള്ളം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇറക്കി വെച്ചാൽ അന്നേരം വെള്ളം കൊടുക്കണം, അതുവരെ വെള്ളം കൊടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ പുതിയ വെറൈറ്റി പ്ലാന്റുകൾ, റോസിൻ്റെ തന്നെ ഒരു പുതിയ വെറൈറ്റി കിട്ടിയതാണ്. അതെല്ലാം നിങ്ങൾ കാണും. ഇപ്പം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ചട്ടി ചെയ്ത് വെച്ച് പുതിയ തൈ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾക്ക് തരാനായിട്ട്. ഇത് ബഡ് ചെയ്ത പ്ലാന്റുകളാണ്. വണ്ടിയിൽ കയറ്റി അട്ടിയിട്ട് വെച്ചിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ലോഡ് അടുത്ത ദിവസം ഇറക്കുമെന്നുണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് ഡാമേജ് ആയി പോകും, അഴുകിപ്പോവും. കാര്യം എന്ന് പറഞ്ഞാൽ വെന്തിരിക്കുകയാണ്. കാര്യം വണ്ടിക്കകത്ത് സെറ്റ് ചെയ്ത് മറച്ചൊക്കെയാണ് വരുന്നത്. അന്നേരം അത് വെന്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അന്നേരം അതും കൂടെ ശ്രദ്ധിക്കണം. പലരും പലവട്ടവും കിട്ടുന്ന പരിപാടികളാണ്. പല നേഴ്സറിക്കാരും സ്റ്റാർട്ടിങ് സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ പ്ലാന്റുകൾ ഇതുണ്ട്. ഇപ്പോൾ പുതിയൊരു ഏരിയ നമ്മൾ സെറ്റ് ചെയ്ത് അതിനകത്ത് പ്ലാന്റിനെ നിറച്ച് വെച്ചേക്കുന്നതാണ്. സമ്മർശനം കുറച്ച് അത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റുള്ള വെറൈറ്റി റോസുകളൊക്കെ കൊറിയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാര്യം അവിടെ വരുമ്പോഴത്തേക്ക് ഡാമേജ് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. വലിയ പ്ലാന്റുകൾ, ഒരുപാട് ബ്രാഞ്ചൊക്കെയുള്ള പ്ലാന്റുകളാണ്. ഇപ്പോൾ ഇത് വള്ളി റോസാണ്. വള്ളി റോസിൻ്റെ വെള്ളം അത് ചിലപ്പോൾ മണ്ട ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് അയക്കാൻ പറ്റത്തുള്ളൂ. കാര്യം അത്രയും നീളമുള്ള പ്ലാന്റാണ് ആ കാണുന്നത്. വള്ളി റോസിൻ്റെ വെള്ളം കുറച്ച്. അതേപോലെ തന്നെ റെഡ് മിനിയേച്ചർ റോസ് നമ്മളെ പ്ലാന്റാണ്. നല്ല നല്ല കലക്കനായിട്ടിരിക്കുന്ന പ്ലാന്റ് കാണാം. നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ ഇതിൻ്റെ മദർ പ്ലാന്റ് കണ്ട് അല്ലേ, ഒരുപാട് പൂമൊട്ടൊക്കെ തുടങ്ങി. അതേപോലെ തന്നെ ഇത് നമ്മളെ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ മിക്കവാറും ഇപ്പോൾ തന്നെ വിറ്റ് തീരും. ചിലപ്പം വരുമ്പോൾ കണ്ടു എന്ന് വരില്ല. അതേപോലെ തന്നെ മുസാന്തയുടെ റെഡ്
കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത് കാണുന്നത്. റെഡ് മുസാന്ത പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് മതിലരുവിലൊക്കെ നിൽക്കുന്നത് കാണാം. ആ വെറൈറ്റി ഇന്ന് അന്യം നിന്ന് പോയി. അതിനകത്തുനിന്ന് നമ്മളെ പഴയ വെറൈറ്റിയെ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തേക്കുന്ന പ്ലാന്റാണ് ആ കാണുന്നത്. അതേപോലെ നാന്തൂര്യത്തിൻ്റെ തൈകൾ, അതേപോലെ ഇതാണ്ട് ബിഗോണിയാസിൻ്റെ മദർ പ്ലാന്റ്. ഇതിനകത്താണ് നമ്മൾ കുറേ തൈകൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു 200-300 തൈ ആയിട്ടുണ്ട്, തൈകൾ സെയിലിന് ആയിട്ടുണ്ട്. മാത്രമല്ല ഇതാണ്ട് റബ്ബർ പ്ലാന്റിൻ്റെ ബ്ലാക്ക് റബ്ബർ പ്ലാന്റിൻ്റെ ചെറിയ തൈ, ഇങ്ങനെയുള്ളവയൊക്കെ ഇപ്പം കുറച്ച് പ്ലാന്റ് ഇതൊക്കെ ഒരു 200 എണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതാണ്ട് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ തൈകളാണ് ഈ ഇരിക്കുന്നത്, റെഡ് ലിപ്സ്റ്റിക്ക്. അതേപോലെ തന്നെ ബിഗോണിയുടെ മദർ പ്ലാന്റിൻ്റെ അടുത്ത സെക്ഷൻ തന്നെ സെറ്റ് ചെയ്ത് വരുന്നു. ലീഫ് ആന്തോറി ഇടയ്ക്ക് കണ്ട്. ഇത് നമ്മളൊരു ഓർക്കിഡ് റോസിൻ്റെ തന്നെ ഒരു വെറൈറ്റി ഇപ്പോൾ പുതിയതായിട്ട് കിട്ടിയത്, നിറച്ച് കൊലയായിട്ട് പൂക്കുന്ന വെറൈറ്റി. ഇതാണ്ട് ഇത് വള്ളി റോസിൻ്റെ വെള്ളയാണ്. ഇതാണ്ട് കണ്ടില്ലേ, വള്ളി റോസിൻ്റെ വെള്ള നാടൻ വെറൈറ്റി. ചിലത് നാടൻ വെറൈറ്റി നിറച്ച് പൂക്കും, ചില വെറൈറ്റികളെന്നല്ല. ഈ നാടൻ വെറൈറ്റി പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മദർ പ്ലാന്റായിട്ട് ഇവിടെ വെച്ച് നോക്കിയിട്ടുണ്ട്. ഒരുപാട് പേരുണ്ടല്ലേ, അത്യാവശ്യം നല്ല പ്ലാന്റ്, നല്ല ഹെൽത്തി പ്ലാന്റുമാണ്. ഈ സൈസിലുള്ള പ്ലാന്റ് കിട്ടാൻ വലിയ പാടാണ്. ഒരു 400 പ്ലാന്റ് ആകെ കിട്ടിയിട്ടുണ്ട്. ഒരു 400 പ്ലാന്റ് ഇനി നമ്മളതിൽ കാണും. അന്നേരം ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തരുന്നതായിരിക്കും. കണ്ടില്ലേ, വള്ളി റോസിൻ്റെ വെള്ളയാണ്. ഇതാണ് ഏകദേശം ഈ സൈസിലുള്ള പ്ലാന്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 400ഓളം പ്ലാന്റ് ഉണ്ട്. മദർ പ്ലാന്റ് അവസാനം ഞങ്ങൾ കാണിച്ചു തരാം, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്ട്രോബെറി പ്ലാന്റ്, അതിന് അത്യാവശ്യം വെള്ളം കൊടുക്കുക. അത്യാവശ്യം ചെറിയൊരു വെയിലൊക്കെ കിട്ടുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കും. ക്രിസ്മസ് ട്രീയുടെ കുറച്ച് തൈ കിട്ടി, ഒരുപാട് തൈയൊന്നുമില്ല, കുറച്ച് തൈ, ഒരു 50 തൈ കിട്ടി. ഇത് വേരിഗേറ്റഡ് പെപ്പറോമിയം പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. അതേപോലെ തന്നെ ഫിഡിലി ഫിഗിൻ്റെ ചെറിയ തൈ, അതേപോലെ തന്നെ അതാണ്ട് സമ്മർ സ്നോ, ബട്ടൺ റോസ്, കുറച്ച്, ഒരുപാടില്ല. ബട്ടൺ റോസ് അയക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരുപാട് പേര് ചോദിച്ചു. കാര്യം ഇത് അവിടെ വരുമ്പോഴത്തേക്ക് ചത്തുപോകും, അതുകൊണ്ടാണ് അയക്കാത്തത്. ദയവ് ചെയ്ത് ഒന്നും വിചാരിക്കരുത്. അതേപോലെ തന്നെ ഇത് കപ്പലിലുള്ള റോസ്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്ലറിഷ്ഡായിട്ടുള്ള റൂട്ടാണ്. ഇത് അവിടെ വരുമ്പോഴത്തേക്ക് ഡാമേജ് ആയി പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടായതിനാലാണ് അത് പറയാവുന്നത്. ഇപ്പോൾ ചെറിയ കവറോ മീഡിയം സൈസ് കവറിലൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഇളക്കി കെട്ടി വിടാം. ഇത് അവിടെ വരുമ്പോഴത്തേക്ക് ഡാമേജ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കും വിഷമമാണ്, നിങ്ങൾക്കും വിഷമമാണ്, ഞങ്ങൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. അതേപോലെ ഇത് നമ്മളെ നഴ്സറി ആളുകൾ കണ്ടില്ലേ, അതേപോലെ വന്ന് നമ്മൾ ഇതേപോലെ തൈകൾ പറക്കിയെടുക്കും. നമുക്ക് ഓൺലൈൻ നഴ്സറി മാത്രമല്ല, ഇത് ലൈവ് നഴ്സറി ആയതുകൊണ്ട് വർഷങ്ങളായിട്ട് 10-40 കൊല്ലമായിട്ടുള്ള നഴ്സറിയാണ്. ഗവൺമെൻറ് അപ്രൂവ്ഡ് നഴ്സറിയാണ്. അന്ന് മുതലേ ആളുകൾ വരുന്ന നഴ്സറിയാണ്. അതുകൊണ്ടാണ് വരുമ്പോഴത്തേക്ക് ഞാൻ അത് പറഞ്ഞ് കണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ വള്ളി റോസിൻ്റെ വെള്ളയാണ് ഈ കാണുന്നത്. ഇത് നിരത്തി അവിടെ വയ്ക്കും. നമ്മളിവിടെ ഒരു മദർ പ്ലാന്റ് പൂവുള്ളതെങ്ങാണോ ഉണ്ടെങ്കിൽ കാണുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവരത് എടുക്കും. അവരത് എടുക്കുന്നത് കൊണ്ടാണ് കണ്ടില്ലേ, ഇത് മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ വള്ളി റോസിൻ്റെ വെള്ള വലിയ പൂവിൻ്റെയാണ്. അത് ചെറിയ പൂവിൻ്റെ അല്ല, വലിയ പൂവിൻ്റെ ആണ്. അത് കണ്ടില്ലേ, കൊലയായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ്. നന്നായിട്ട് ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ മേളിലൊരു പൂ പൊഴിയാറായി, എന്നാലും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റും അതേപോലെ തന്നെ നല്ല കളറാണ്. അത് പീലി മോൾ ഇടയ്ക്ക് കയറി ചെടി എടുത്ത് കൊടുക്കാനായിട്ട് സഹായിച്ചു. അതേപോലെ അതാണ്ട് മുന്തിരി, ശീമനെല്ലി, അരിനെല്ലി, ലൗലോലിക്ക, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അരൂത കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതേപോലെ തന്നെ കുറച്ച് പ്ലാന്റുകളൊക്കെ ഇരിപ്പുണ്ട്. അത് പലയിടത്തായിട്ട് ഇറക്കിയപ്പോഴത്തേക്ക് പോയി. അത് വള്ളി റോസിൻ്റെ വെള്ള കുറച്ച് പ്ലാന്റുകളൊന്ന് കാണിച്ചു തരാം. വലിയ പ്ലാന്റുകൾ, നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത പ്ലാന്റ്, നല്ല ബുഷായിട്ടിരിക്കുന്ന പ്ലാന്റുകൾ, നല്ല പൂ പിടിച്ചിരിക്കുന്നതൊക്കെ കാണാം. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് രൂപേണ എഴുതി അറിയിക്കുക. അന്നേരം ഇഷ്ടപ്പെട്ടല്ലേ? ഓക്കെ. അന്നേരം ഇതേപോലുള്ള വരും ദിവസങ്ങളിൽ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.